ഈ ഗ്യാസിന്റെ ലഭ്യതക്കുറവ് ഹോട്ടൽ ജീവനക്കാരെയും അതുപോലെ തന്നെ ഹോട്ടൽ മേഖലയൊക്കെ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്നതിനുള്ളതിന് തെളിവാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു 5 സ്പോട്ടിൽ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. ഈ 5 സ്പോട്ടും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. കരുനാഗപ്പള്ളിലെ ബർഗി എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, ഏത് സമയം ചെന്നാലും നമുക്ക് ചായയും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പായിരുന്നു. അതും അടവാണ്. ഫൈനലി നമ്മൾ ചെന്നത് പിന്നെ ചായ സൽക്കാരത്തിലായിരുന്നു. എന്തായാലും അത് അന്ന് തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസം ഇത് ക്ലോസ്ഡ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം അവർക്ക് ഗ്യാസ് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാകണം. വളരെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അവർ ആ ചായ കച്ചവടം നടത്തുന്നത് തന്നെ. ഈ പ്രതിസന്ധികൾക്ക് മുമ്പ് കരുനാഗപ്പള്ളിൽ വിവിധതരം കണ്ണൂർ സ്നാക്സ് വിൽക്കുന്ന ഒരു ഷോപ്പായിരുന്നു ഈ ചായ സൽക്കാരം എന്ന് പറയുന്ന ഷോപ്പ്. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് പേരിന് വേണ്ടിയിട്ട് മാത്രം അവർ കുറച്ച് നാടൻ കടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചായ കിട്ടാനുള്ള കാത്തിരിപ്പ് കൂടുന്നതിനനുസരിച്ച് കടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ഒഴിക്കുന്ന ചായയൊക്കെ ആര് വാങ്ങിക്കൊണ്ട് പോകുന്നൊരു പിടുത്തമില്ല. എന്തായാലും അതിനടുത്ത് തന്നെ വന്നിരുന്നിട്ട് ഒരു ചായ ഞാനും വാങ്ങി. ഈ ചായ എന്റെ കൈകളിലേക്ക് കിട്ടാൻ ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ കാത്തിരുന്നിട്ടുണ്ടാവണം. ഇത്രയും കാത്തിരുന്നാൽ എന്താ, കിട്ടിയ ചായ ലുക്കിൽ അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് കുടിച്ചു നോക്കി. ലുക്കിൽ മാത്രമല്ല, ടേസ്റ്റിലും അടിപൊളി തന്നെ. യുദ്ധം അങ്ങ് ഇറാനിലായാലും അതിന്റെ ദുരിതം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും പെടും. ഈ അനുഭവമൊക്കെ അതിന്റെ ഉദാഹരണമായിട്ട് മാത്രം കണ്ടാൽ മതി. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി.